ഇദ്ദേഹം ഉണ്ട് മേരാ പൈസ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്ന കണ്ട്. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ആളിന്റെ പൈസ ആയിട്ട് ഓടിയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൂപ്പരുണ്ട് പൈസ ആയിട്ട് ഓടുന്നുണ്ട്. മൂപ്പര് വൈത്താലെ പോയി പിടിച്ച്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ മറ്റൊരു വാർത്ത ചിത്രീകരിച്ച് മടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതായത് ഒരാൾ റോഡ് മുറിച്ച് കടന്ന് ഓടുന്നു, അതിന് പിന്നാലെ മറ്റൊരാൾ ഓടുന്നത് കാണുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വാഹനം നിർത്തി സംഭവം എന്താണെന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഭിന്നശേഷിക്കാരനായ 2 കാലും നഷ്ടപ്പെട്ട ഒരു രാജസ്ഥാൻ സ്വദേശിയുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഈ പ്രതി ചെർപ്പുളശ്ശേരി സ്വദേശിയായ സൈദൽവിയാണ്. ഇദ്ദേഹത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. കോഴിക്കോട് നഗരത്തിലെ നിസാർ എന്ന ഓട്ടോ ഡ്രൈവറാണ് പിന്തുടർന്ന്, നമുക്ക് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിസാർ എന്ന ഓട്ടോ ഡ്രൈവർ പിന്തുടർന്ന് പിടികൂടുകയും അവിടെ ട്രാഫിക് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം ഈ ഭിന്നശേഷിക്കാരനായ അതിക്രമത്തിന് ഇരയായ വ്യക്തി ശിവറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 കാലും നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഭിക്ഷയാചിക്കാനോ മറ്റോ വന്നതല്ല കേരളത്തിൽ എന്നുള്ളത് ആദ്യം പറയണം. ഇദ്ദേഹത്തിന്റെ 2 കാലുകൾ നഷ്ടപ്പെട്ടത് 18 വർഷമായി കേരളത്തിൽ ടൈൽസ് പണിയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് കൂലിപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നയാളായിരുന്നു. തിരികെ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് അപകടം പറ്റി 2 കാലും നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ കേസുമായി ബന്ധപ്പെട്ട്, ഈ അപകടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ വിളിച്ചതനുസരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 5000 രൂപ കയ്യിലുണ്ടായിരുന്നു. 5000 രൂപ ഈ നിത്യച്ചെലവിലുള്ള പൈസ കഴിഞ്ഞു. അപ്പോൾ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് മാത്രം ഈ മാവൂർ റോഡ് ജംഗ്ഷനിൽ ഇരിക്കുന്നയാളാണ് ശിവറാം. അപ്പൊ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കാം. എന്താണ് ഈ സംഭവിച്ചത്? നമുക്ക് പേര് ശിവറാമം. നമുക്ക് കൈ 2 നമുക്ക് കൈ 2 ട്രെയിനിൽ പോയി. നമുക്ക് വക്കീൽമാരെ വിളിച്ച് ഞാൻ വന്ന നമുക്ക് കേസുണ്ട് ഇതിക്ക്. അവിടെ കേസിലെ കോർട്ടിലെ പോയാ വെള്ളിയാഴ്ച. പിന്നെ മറ്റാല് ഞങ്ങൾക്ക് പൈസ കൊണ്ടുപോയി. പിന്നെ ഓട്ടോക്കാരൻ നല്ല ഡ്രൈവർമാരി അവനെ പൊടിച്ച് ഞാൻ സുഖമായി. ഇപ്പോൾ എന്താ ചെയ്യും, നമുക്ക് പാവണം. 2 കുട്ടികളുണ്ട്. വണ്ടി ഒരാഴ്ചക്ക് 3 വണ്ടിയുള്ള നാട്ടിൽ പോണാണ്. പിന്നെ ഇപ്പൊ വണ്ടിയില്ല, ഞാൻ നാട്ടിൽ പോകും. ഇപ്പോൾ ലീവാണ്, ഞാൻ നാട്ടിൽ പോകും. സുഖമാവും. അവിടെ കേടായി ഓരോ 2-3 ഡ്രസ് മാറ്റി. എവിടെ കൊൽക്കാൻ സ്ഥലമില്ല, ഒന്നും റൂമില്ല നമുക്ക്. ഞാൻ എവിടെ സൈഡിൽ പോയിട്ട്. ഇയാള് പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളുടെ പണം തട്ടിപ്പറിച്ച് ഓടുകയായിരുന്നോ? ഹലോ ജി, हाँ जी, मैं इधर उधर जाके सोता है. ടീ കടയിൽ പോയിട്ട് ഉറങ്ങൂ, അവിടെ കൊല്ലിക്കക്കിലെ പോയിട്ട് ഉറങ്ങൂ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉറങ്ങൂ. അവിടെ നമുക്ക് ഒന്നും വീടില്ല, റൂമില്ല. പിന്നെ പാവണേ. ഓട്ടോറിക്ഷക്ക് ലേസന് പോകുമ്പോൾ 30 രൂപ വേണോ? എത്ര ചെലവായി നമുക്ക്. കേരളത്തിൽ വന്നത് എന്താവശ്യത്തിന് വന്നതായിരുന്നു? എപ്പോഴാണ് ഞാൻ വക്കീൽമാരെ വിളിച്ച് നമുക്ക് കേസുണ്ടായി. ആ കേസിലെ വിളിച്ചമ്മ ഞാൻ കേസിലെ ചെയ്യാൻ നോക്കാൻ വന്ന. അതിന് പൈസ കിട്ടൂന്ന് പറഞ്ഞ 8 ലക്ഷം കിട്ടൂ വക്കീൽമാരി പറഞ്ഞ്. ഇപ്പൊ ഒന്നും പൈസ കിട്ടില്ല. നമുക്ക് 2 കുട്ടികളുണ്ട്, ഫാമിലി ഒക്കെ ഉണ്ട്, നാട്ടിലുണ്ട്. ഞാനിപ്പോ നാട്ടില് പോണം. ഇവിടെ ഇപ്പൊ ആൾക്കാർ പൈസ ഒക്കെ സ്വരൂപിച്ച് കൊണ്ടു തന്നല്ലേ? കുറച്ച് പൈസ തന്നോ? തന്നെ, കുറച്ച് തന്നെ. സഹായിക ആൾക്കാർ തന്നെ. അതാണ് രശ്മ. തീർച്ചയായും വളരെ നിസ്സഹായാവസ്ഥ കൊണ്ട് മാത്രം ഇങ്ങനെ യാചിക്കേണ്ടി വന്ന ആളാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു ആളുടെ കയ്യിൽ നിന്നാണ് പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയത്. ഇപ്പോൾ നിസാർ എന്ന ഇദ്ദേഹമാണ് ഈ സംഭവം കണ്ട ഉടനെ ഈ അക്രമിയെ, ഈ മോഷ്ടാവിനെ പിന്തുടരുകയും പിടികൂടുകയും ചെയ്തത്. എന്താണ് നിങ്ങൾ ഇവിടെ കണ്ടത്, സംഭവിച്ചത്? സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിഗ്നലിന്റെ ഈ ഭാഗത്തൂടെ വണ്ടിയായിട്ട് വരുന്ന സമയത്തുണ്ട് ഇദ്ദേഹം ഉണ്ട് മേരാ പൈസ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്ന കണ്ട്. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ആളിന്റെ പൈസ ആയിട്ട് ഓടിയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൂപ്പരുണ്ട് പൈസ ആയിട്ട് ഓടുന്നുണ്ട്. മൂപ്പര് വൈത്താലെ പോയി പിടിച്ച് സ്റ്റാൻഡിന്റെ അപ്പുറം നിന്നായിരുന്നു. അങ്ങോട്ട് ചാടി മൂപ്പരെ പിടിച്ച് നോക്കുമ്പോൾ മുമ്പിൽ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറെ വിളിച്ച സമയത്ത് ഇദ്ദേഹം പൈസ എടുത്തിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് നീ തന്നെ കൊണ്ടുപോയി കൊടുത്തോന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർ ആ കൃത്യസമയത്ത് തന്നെ എൻ്റെ അടുത്ത് വന്ന് മറ്റേ സ്റ്റേഷനിൽ വിളിച്ചറിഞ്ഞ് വേറെ വണ്ടി വെച്ച് അവരടുത്ത് കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെറിയ പൈസ എല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ട് ഒരു സംഖ്യ ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതാണ് സംഭവിച്ചത്. ഈ സൈദൽവി എന്നയാളെ കസബ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം ഒരു വശത്ത് നടന്നു. അപ്പോൾ തന്നെ സംയോജിതമായി ഇടപെട്ട ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലിനെയും നമ്മൾ പ്രശംസിച്ചേ പറ്റൂ.